മസാല ബോണ്ട് ഇടപാടിലെ ഇഡി നോട്ടീസിനെതിരായ കിഫ്ബിയുടെ ഹർജിയിൽ ഹൈക്കോടതി ചൊവ്വാഴ്ച ഇടക്കാല ഉത്തരവ് പറയും. കൂടുതൽ വിവരങ്ങളുമായി അഹമ്മദ് മുസ്തബ ഹൈക്കോടതിയിൽ നിന്ന്. മുസ്തബ, എന്താണ് ഇന്ന് കോടതിയിൽ നടന്നത്? ഇഡി നോട്ടീസ് ചോദ്യം ചെയ്തുകൊണ്ട് കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ച വിഷയത്തിൽ വിശദമായ വാദം ഇന്ന് ഹൈക്കോടതിയിൽ നടന്നു. ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ചിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറലും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന് വേണ്ടി ഇഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലും ഹൈക്കോടതിയിൽ ഹാജരായി. ആദ്യം സംസ്ഥാന സർക്കാർ ഈ നോട്ടീസ് നിയമവിരുദ്ധവും അതോടൊപ്പം തന്നെ വസ്തുതാ വിരുദ്ധവുമാണെന്ന് വാദിച്ചു. ഒപ്പം തന്നെ വികസന പദ്ധതികൾക്കായി പ്രധാനമായും റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ നോട്ടീസ് തന്നെ ഇഡിയുടെ പരിശോധനാ വിഷയം തന്നെ. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ അതിനെ എതിർത്തത് വികസന പദ്ധതികൾക്കായി സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമല്ല. മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇഡിയുടെ നോട്ടീസ് എന്നതുൾപ്പെടെയുള്ള വാദം കിഫ്ബി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചു. പക്ഷേ അതിനെ ശക്തമായി എതിർത്ത്, പ്രത്യേകിച്ച് ഈ ഹർജിയെ തന്നെ ശക്തമായി എതിർത്താണ് ഇഡി രംഗത്തെത്തിയത്. പ്രത്യേകിച്ച് കിഫ്ബിക്ക് ഇതിനെതിരെ ഒരു ഹർജി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നതുൾപ്പെടെയുള്ള വാദമുണ്ടെങ്കിൽ അപ്പലേറ്റ് ട്രൈബ്യൂണലിനെയാണ് കിഫ്ബി സമീപിക്കേണ്ടിയിരുന്നത്. മറിച്ച് ഹൈക്കോടതിയിൽ ഈ ഘട്ടത്തിൽ ഹർജി നിലനിൽക്കില്ല. ആദ്യം അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ ഒരു പരാതി ഉന്നയിക്കുകയും അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ ഘട്ടത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കേണ്ടത്. ഇത് ഒരു പ്രിമച്ചർ നടപടിയാണ്. ഇപ്പോൾ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു എന്നുള്ളത് ഒരു പ്രിമച്ചർ നടപടിയാണ്. ഹർജി ഹൈക്കോടതിയിൽ ഈ ഘട്ടത്തിൽ നിലനിൽക്കില്ല. മാത്രമല്ല, ഫെമ ചട്ടപ്രകാരം ട്രൈബ്യൂണലിനെ സമീപിച്ച ശേഷം മാത്രമേ കോടതിയെ സമീപിക്കാനാകൂ എന്നും പറയുന്നു. അതിന് സമാനമായ വിവിധ സംസ്ഥാനങ്ങളുടെ സുപ്രീം കോടതികളുടെ ഹൈക്കോടതികളുടെ ഒക്കെ ഉത്തരവിന്റെ വിശദാംശങ്ങളും ഇന്ന് കോടതിയിൽ വളരെ വിശദമായി തന്നെ വാദം കേട്ടു. എന്തായാലും ഈ ഹർജി വാദം കേട്ട് ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുന്നു. ഇത് ഇടക്കാല ഉത്തരവ്, പ്രത്യേകിച്ച് ആ നോട്ടീസ് റദ്ദ് ചെയ്യണമെന്നതുൾപ്പെടെയാണ് സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കിഫ്ബിയുടെ വാദം. അത് ആ ആവശ്യത്തിൽ ഇടക്കാല